ഇഫ ചിക്കൻ യൂട്യൂബ് തുറന്നാൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇഫ ചിക്കനാണ്. അപ്പോൾ ട്രെൻഡ് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റേ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ. ഞാൻ ലാസ്റ്റായിട്ട് പെപ്പർ പൗഡർ ചേർത്തെങ്കിൽ അപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ കാഡും കൂടി ആഡ് ചെയ്തിട്ട് മാഗ്നേഷനുള്ള മസാല റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സൺഡേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതൊരു പാവപ്പെട്ടവരുടെ ഇഫ ചിക്കനാണ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസുകൾ കേട്ടോ, വലിയ പീസുകളില്ലാത്തത്. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ണൻ്റെ ചുമ കേൾക്കാം, അവന് പനിയും ചുമയാണ് കേട്ടോ. ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കണമായിരുന്നു. പിന്നെ കണ്ണൻ്റെ കൂടെ പോയ സമയം കാരണം എനിക്ക് 1 hour ഞാൻ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. സമയമുള്ളവർ അത്രയും വെച്ചു, അല്ലെങ്കിൽ ഒരു 1/2 hour ഒക്കെ മതി എന്നാണ് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ പറയുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു ഡിഷാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പൊരിക്കാനായിട്ട് വെച്ചു, ഓയിലൊക്കെ ഒഴിച്ച് പാനിൽ പൊരിക്കാനായിട്ട് വെച്ചു. അപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നിയത് അത്രയും മുരിക്കണ്ടായിരുന്നു എന്നാണ് തോന്നിയത്. അത്രയും മുരിയാൻ വിടണ്ടായിരുന്നു, കുറച്ച് മതിയായിരുന്നു. അപ്പോൾ അതൊരു മിസ്റ്റേക്കല്ല, എനിക്കങ്ങനെ തോന്നി. പിന്നെ നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കാനായിട്ട് ആ ഒരു മയോണൈസ് പോലത്തെ സാധനം ക്രീമൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് 2 മുട്ട പുഴുങ്ങിയിട്ടിട്ടു, വെളുത്തുള്ളി, ഓയിൽ, ഉപ്പ്, പിന്നെ ചീസ്, ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോഴും എനിക്കൊരു മിസ്റ്റേക്ക് പോലെയല്ല, അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നി. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിരുന്നെങ്കിൽ ആ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയാനായത്. ഭയങ്കര ടൈറ്റായി പോലെ തോന്നി. പിന്നെ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയണ അത്ര അങ്ങോട്ടൊന്നും എനിക്ക് തോന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ്. നമുക്ക് ആ ഒരു മയോണൈസ് പോലത്തെ ആ ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ഉണ്ട്. പക്ഷെ മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഈ ഫ്രഷ് ക്രീമും ചീസൊക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ട. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കി. മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയില്ല. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണോ ഇത് ഇഷ്ടപ്പെടായില്ല കേട്ടോ. എനിക്ക് എന്തോ അത്ര വലിയ അത്ര ഹൈപ്പൊന്നും തോന്നിയില്ല. ചിലപ്പോൾ എന്നെ മാത്രം തോന്നലായിരുന്നു, ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമായിരിക്കും, അറിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇഫ ചിക്കൻ ഞാൻ റെഡിയാക്കി എടുത്തത്. വീട്ടിലെല്ലാവരും കഴിച്ചു, എല്ലാവർക്കും സെയിം അഭിപ്രായം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇഫ ചിക്കൻ്റെ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് വീഡിയോ പറഞ്ഞ കുട്ടിയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ, ഞാൻ ചെയ്യാം.